കഴിഞ്ഞ ദിവസം ഞാനൊരു വേദവ്യാഖ്യാനം വായിച്ചപ്പോൾ അതിനകത്ത് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു വാക്ക് പറയട്ടെ. സെയിങ് ഫെയ്ത്ത് ഈസ് ഗ്രേറ്റർ ദാൻ പ്രേയിങ് ഫെയ്ത്ത്. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നവരാണ്, പക്ഷെ പ്രഖ്യാപിക്കുന്നവരല്ല. വാക്യം നോക്കൂ, 18-ാം സങ്കീർത്തനം 28-ാം വാക്യം. ദൈവമേ, അങ്ങ് എൻ്റെ ദീപത്തെ കത്തിക്കും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. അവിടുന്ന് എൻ്റെ ദീപം കത്തിക്കും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ലോർഡ്, യു കീപ് ദ ലാമ്പ് ഓഫ് മൈ ലൈഫ് ബേണിംഗ് ബ്രൈറ്റ്ലി. എൻ്റെ ജീവിതമാകുന്ന വിളക്കിനെ എൻ്റെ ദൈവം അനുദിനം അതിശക്തിയോടെ പ്രകാശിപ്പിക്കും. ലോർഡ്, യു കീപ് ദ ലാമ്പ് ഓഫ് മൈ ലൈഫ് ബേണിംഗ് ബ്രൈറ്റ്ലി. യു ആർ മൈ ഗോഡ്, യു ബ്രിങ് ലൈറ്റ് ഇൻ ടു മൈ ഡാർക്ക്നെസ്. ഹല്ലേലൂയ. നീ എൻ്റെ ദൈവമാണ്, നീ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. എൻ്റെ ദൈവം എൻ്റെ ദീപത്തെ കത്തിക്കും. ഇത് പ്രാർത്ഥനയല്ല, പിന്നെന്താണ്? പ്രഖ്യാപനം. ഈ സങ്കീർത്തനത്തിൽ പ്രാർത്ഥന കുറവാണ്, പറച്ചിലാണ്. 6-ാം വാക്യത്തിലൊരു പ്രാർത്ഥന കാണാം. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, ഞാൻ എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. പിന്നെ ഉള്ളത് മുഴുവനും വിശ്വാസത്തിൻ്റെ വലിയ വിളംബരങ്ങളാണ്. നിങ്ങൾ മിക്കവാറും പേര്, ഞങ്ങളധികം പേരും, അതായത് പാസ്റ്റർമാർ, അനേക പ്രാവശ്യം ആവർത്തിച്ച് ഉദ്ധരിച്ചിട്ടുള്ള വാക്യങ്ങളാണ് ഇനി വരുന്നത്. അടുത്ത വാക്യങ്ങളൊക്കെ നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. എൻ്റെ ദൈവം എൻ്റെ ദീപത്തെ കത്തിക്കും. ലോർഡ്, യു കീപ് ദ ലാമ്പ് ഓഫ് മൈ ലൈഫ് ബേണിംഗ് ബ്രൈറ്റ്ലി. നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു വിളക്കുണ്ട്, അത് നിങ്ങൾ ആദ്യം കാണണം. എന്നിട്ട് അത് കത്തിക്കാൻ ദൈവത്തോട് ആവശ്യപ്പെടണം. ദൈവമേ, നീ എൻ്റെ ദീപത്തെ കത്തിക്കും. എൻ്റെ കർത്താവേ, ഇതൊന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും കൃപ കൊടുക്കണേ. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ഒരു വിളക്കാണ്. അത് ദൈവം ഒരു ചെറിയ വിളക്കായിട്ട് തന്നിരിക്കുകയാണ്. നിൻ്റെ പ്രാർത്ഥന കൊണ്ടും ഉൾക്കാഴ്ച കൊണ്ടും ത്യാഗം കൊണ്ടും ധ്യാനം കൊണ്ടും ഉപേക്ഷണം കൊണ്ടും നീ അതിനെ ബ്രൈറ്റാക്കണം. പറയുമ്പം പിണക്കവും തോന്നരുത്. വഴി കാണുന്ന ഹോട്ടലിലെ മുഴുവൻ ഭക്ഷണവും കൂടെ അടിച്ചു കയറ്റിയാൽ വയറേ വീർക്കത്തുള്ളൂ, ലൈഫ് പ്രകാശിക്കത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയ വലിയ മേജർ സർജറികൾ ചെയ്യുന്ന സർജന്മാർ, അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തിയേറ്ററിൽ കയറിയാൽ 12 മണിക്കൂർ ഡ്യൂട്ടിയാണ്. അതിനിടയിൽ ഒരു ജ്യൂസ് കുടിക്കും. അവരുടെ ശമ്പളം 5 ലക്ഷം രൂപയാണെന്നും പറഞ്ഞ് നമ്മൾ അസൂയ പിടിക്കണ്ട. അവർ ബെൻസ് കാറെ വന്നിറങ്ങുന്ന കണ്ട് വിഷമിക്കണ്ട. അവരുടെ ജോലി മണിക്കൂർ മാത്രമല്ല എൻ്റെ പ്രശ്നം, ജീവൻ എടുത്ത് കൈ വെച്ചിരിക്കുക. ഹാർട്ടല്ല, ഇനിയിപ്പം മുട്ടാണേലും ഹെഡാണേലും എല്ലാം സെയിം അല്ലേ? അപ്പോൾ ഒരു ഡോക്ടർക്ക് കൂടുതൽ ബ്രൈറ്റ് ആകാം, ഒരു നേഴ്സിന് കൂടുതൽ ബ്രൈറ്റ് ആകാം, ഒരു എഞ്ചിനീയർക്ക് കൂടുതൽ ബ്രൈറ്റ് ആകാം. ഇത് തന്നെയാണ് APJ അബ്ദുൽ കലാമും പറയാൻ ശ്രമിച്ചത്. കുട്ടികളെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയൊക്കെ നിനക്കാകാൻ പറ്റുള്ളൂ എന്ന് ആരൊക്കെയോ പറഞ്ഞു, നമ്മളും അത് ഏറ്റു പറഞ്ഞു.
ഇങ്ങനെ ഒതുങ്ങി പോവുകയാണ്. ഞാൻ നിങ്ങളോട് ധൈര്യത്തിന് വേണ്ടി പറയുന്നു, നിങ്ങൾക്കൊക്കെ ഇനിയും പ്രകാശിക്കാൻ പറ്റും. അങ്ങനെ അധികം പ്രകാശിക്കാൻ ദൈവം ഇടയാക്കട്ടെ.